എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സൂപ്പർ അബ്സോർബന്റ് പോപ്പീസ് ഡയപ്പേഴ്സ്. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ചിട്ടി നിക്ഷേപ തട്ടിപ്പ് ബഡ്സ് നിയമപ്രകാരം കുറ്റം ചുമത്തി കോടതിക്ക് റിപ്പോർട്ട് നൽകി പോലീസ്. നിലമ്പൂരിലെ കാരാട്ട് കുറീസ് ധനക്ഷേമനിധി ധനകാര്യ സ്ഥാപന ഉടമകളായ എടക്കര സ്വദേശികളായ AR സന്തോഷ്, P മുബഷിർ എന്നിവർക്കെതിരെയാണ് നിലമ്പൂർ പോലീസ് നിക്ഷേപകരുടെ പരാതികളിൽ ബഡ്സ് ആക്ട് പ്രകാരം കുറ്റം ചുമത്തി കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നേരത്തെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം വിശ്വാസ വഞ്ചന, ചതി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. നിക്ഷേപകരുടെ പരാതികളിൽ ബഡ്സ് നിയമപ്രകാരം പോലീസ് കേസെടുത്തതോടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് നിക്ഷേപകർക്ക് നൽകാൻ കഴിയും. നിലമ്പൂർ CI R രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ പഴുതുകൾ അടച്ചുള്ള ശക്തമായ അന്വേഷണമാണ് നടക്കുന്നത്. പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പ്രതികൾ രാജ്യം വിടുന്നത് തടയാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചിട്ടുണ്ട്. നിലമ്പൂർ സ്റ്റേഷനിൽ ലഭിച്ച 600ഓളം പരാതികളിൽ പരിശോധന തുടരുകയാണ്. നിലമ്പൂരിലെ ധനക്ഷേമനിധിയിലും പ്രതികളുടെ വീടുകളിലും നടത്തിയ പരിശോധനകളിൽ നിരവധി രേഖകളും 80,000 രൂപയും പോലീസ് കണ്ടെത്തി. പ്രതികളുടെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ പോലീസ് ഉടൻ തിരിയുമെന്ന് സൂചനയുണ്ട്. ഡയറക്ടർമാർ, ഫോർമാൻമാർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റും വൈകാതെ ഉണ്ടാകും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലെ 14 ബ്രാഞ്ചുകളിൽ നിന്നായി കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് പ്രതികൾ നടത്തിയിട്ടുള്ളത്. വഞ്ചിക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും പാവപ്പെട്ടവരാണ്. അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. സ്വകാര്യ ധനകാര്യ പണമിടപാടുകൾ ചട്ടങ്ങൾ പാലിച്ചാണോ നടക്കുന്നതെന്ന കാര്യത്തിൽ വകുപ്പ് തലത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം ഉണ്ടാവണം. ജില്ലയിൽ ഉൾപ്പെടെ നിരവധി സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. എ+ വിഷൻ, നിലമ്പൂർ. Super absorbent poppy's diapers.